എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 എപ്പിസോഡ് 77 വീക്കെൻഡ് എപ്പിസോഡായിരുന്നു. ഇന്നത്തെ എപ്പിസോഡ് ശരിക്കും എനിക്ക് ഫീൽ ചെയ്തത് പെട്ടെന്ന് കാര്യങ്ങൾ ചട്ടപ്പടയെന്ന് തീർത്തൊരു ഫീൽ വന്നു. ഞാൻ ആദ്യം വിചാരിച്ചു ലാലേട്ടൻ എന്തെങ്കിലും തിരക്ക് കാരണം പെട്ടെന്ന് പോകുന്നതാണോ, ചടപടാന്ന് കാര്യങ്ങൾ കഴിഞ്ഞു പോയ ഒരു ഫീലാണ് വന്നത്. അപ്പോൾ അതിലാദ്യം ലാലേട്ടൻ്റെ എൻട്രി നമുക്ക് എല്ലാവർക്കും അറിയാം, ആ ഒരു മാസ് എൻട്രിയാണ്. പിന്നെ വന്നിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. സായിയുടെ മേക്ക് ഓവറിനെ കുറിച്ചായിരുന്നു ആദ്യം സംസാരിച്ചത്. സായി ആ മീശയൊക്കെ എടുത്തതും താടിയൊക്കെ മാറ്റിയതും അതേക്കുറിച്ചായി സംസാരം. അപ്പോൾ കണ്ണനായി മാറിയോ എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു വീറ്റി കാണിച്ചു, സായിയുടെ ഗ്രൂമിങ് സെഷൻ, താടിയൊക്കെ കളഞ്ഞ് അവസാനം മീശ കളഞ്ഞിട്ടുള്ള ആ ഒരു സെഷൻ കൂടി കാണിക്കേണ്ടായി. അതിനുശേഷം പിന്നെ ജിൻഡോ മെഡിസിൻ കഴിക്കാത്തതിനെക്കുറിച്ച് സംസാരിച്ചു. ജിൻഡോ മെഡിസിൻ കഴിച്ചില്ല, കാലുവേദനയായിട്ട് മെഡിസിൻ കഴിച്ചില്ല, ജിൻഡോ ആവശ്യപ്പെട്ട മെഡിസിൻ കൊടുക്കാത്തത് കൊണ്ട് ജിൻഡോ മെഡിസിൻ കഴിച്ചില്ല. അതേക്കുറിച്ച് ലാലേട്ടൻ ഒന്ന് ചൂടായതുപോലെ തോന്നി, എന്താ കഴിക്കാത്തതെന്നൊക്കെ ചോദിച്ചിട്ട്. അത് ശരിക്കും ഒരു പാരന്റ് ചോദിക്കുന്നൊരു ഫീലാണ് എനിക്ക് കിട്ടിയത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നന്ദനയുടെ ശ്വാസം മുട്ടലായിരുന്നു. ആ ഒരു ടാസ്ക് ചെയ്യുന്ന സമയത്ത് നന്ദന പേപ്പറിലേക്ക് ഊതി ആ ശ്വാസം മുട്ടൽ വന്നു. ലാസ്റ്റ് മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയി ആ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു. കഴിഞ്ഞ ആഴ്ച എന്നല്ല ഇത്രയും ദിവസത്തെ പ്രവർത്തനം വെച്ചിട്ട് നെക്സ്റ്റ് ടീം തന്നെ ട്രോഫി കയ്യിൽ വെച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നെക്സ്റ്റ് ടീമിനാണ് ആ ട്രോഫി കിട്ടിയിരിക്കുന്നത്. ബോണസ് പോയിന്റ് ഋഷിക്ക് കൊടുത്തതിനെ കുറിച്ചുള്ള സംസാരമായിരുന്നു. പിന്നെ അതായത് ഇവർ 4 പേര്, അർജുൻ, അഭിഷേക്, ഋഷി, ജാസ്മിൻ, ഈ 4 പേര് തമ്മിൽ ഒരു ഡിസ്കഷൻ വന്നിട്ടാണ് ഈ ബോണസ് പോയിന്റ് ആർക്ക് കൊടുക്കണമെന്ന് ഫിക്സ് ചെയ്യുന്നത്. അതിനകത്ത് ജാസ്മിൻ ആദ്യം വാക്കൗട്ട് ചെയ്തു. പിന്നെ അഭിഷേകും അർജുനും കൂടി ഋഷിക്ക് ഇത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ജാസ്മിൻ ഉണ്ടായിരുന്നെങ്കിൽ അർജുൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു, ജാസ്മിൻ കൊടുക്കാൻ നിൽക്കുമായിരുന്നു. പക്ഷേ ജാസ്മിൻ ആദ്യമേ പോയത് കൊണ്ട് ഇവർക്ക് അതുകൊണ്ട് ഋഷിക്ക് കൊടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് അത് കൊടുത്തത് ഫെയർ ആയിരുന്നോ എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ വന്നു. അതിന് പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. ജാസ്മിൻ അത് ആദ്യമേ വാക്കൗട്ട് ചെയ്തത് പുറത്തെ വോട്ട് കിട്ടാൻ വേണ്ടിയാണ് എന്ന് അൻസിബ പറഞ്ഞു. അപ്പോൾ അതിന് ജാസ്മിൻ്റെ ഒരു മറുപടിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നോറ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. അപ്പോൾ ഇതുവരെയും കാണാത്തൊരു കാഴ്ചയാണ്, വല്ലപ്പോഴും മാത്രമാണ് ആ ഒരു മഹാത്ഭുതം സംഭവിക്കുന്നത്. നോറ ജാസ്മിനോട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ആ മാറ്റങ്ങളെ ഇവിടെ പലരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് നോറ സംസാരിച്ചത്. പിന്നെ മാറ്റങ്ങളെക്കുറിച്ചൊരു ഗെയിം, ഈ കണ്ടസ്റ്റൻസിന് വന്ന മാറ്റങ്ങളെക്കുറിച്ച് മറ്റുള്ള കണ്ടസ്റ്റൻസ് ഓരോരുത്തരായിട്ട് പറയുക. ആദ്യം ജാസ്മിൻ അപ്സരയ്ക്ക് ഒരു മാല ഇടണം. അതായത് ഈ മാറ്റങ്ങൾ സംഭവിച്ച ആൾ ആരാണോ ആ ആൾക്ക് ഒരു മാല ഇട്ടിട്ട് വേണം ആ റീസൺ പറയേണ്ടത്. അപ്പോൾ ജാസ്മിൻ അപ്സരയ്ക്കാണ് മാല ഇട്ടത്. എന്നിട്ട് അതിൻ്റെ റീസൺ പറഞ്ഞു. അപ്സര പഴയതിൽ നിന്നും ഒരുപാട് മാറി എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചു. അർജുൻ ജിൻഡോയ്ക്ക് കൊടുത്തു. ജിൻഡോ ചീത്ത പറച്ചിലൊക്കെ നിർത്തി ഇപ്പം മാന്യമായിട്ട് പെരുമാറുന്നു എന്ന രീതിക്കാണ് ജിൻഡോയ്ക്ക് കൊടുത്തത്. സിജോ നന്ദനയ്ക്ക് കൊടുത്തു. നന്ദനയും സിജോ പറഞ്ഞ കാര്യങ്ങൾ നന്ദന അക്സെപ്റ്റ് ചെയ്തിട്ട് ആ ഒരു ചേഞ്ച് നന്ദനയിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അഭിഷേക് ഋഷിക്ക് കൊടുത്തു. ഋഷി എപ്പോഴും ജെന്യുവിനായിട്ട് മാത്രമാണ് നിൽക്കുന്നതെന്നാണ് അഭിഷേക് പറയുന്നത്. പിന്നെ അതിന് വേണ്ടിയിട്ട് ഋഷി റൈസായി തുടങ്ങിയിട്ടുണ്ട്, പണ്ടതില്ലായിരുന്നു. ആ ഒരു ചേഞ്ച് അഭിഷേക് ചൂണ്ടിക്കാണിച്ചു. ഋഷി ജിൻഡോയ്ക്ക് കൊടുത്തു. സെയിം അർജുൻ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. അൻസിബ ഋഷിക്ക് കൊടുത്തു. പിന്നെ അപ്സര നോറയ്ക്ക് കൊടുത്തു. നോറ അൻസിബയ്ക്ക് കൊടുത്തു. അപ്പോൾ അപ്സര നോറയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞ കാരണം എന്ന് പറയുന്നത്, പണ്ട് ക്യാമറയുടെ മുന്നിൽ ഇരുന്ന് എപ്പോഴും കരഞ്ഞിരുന്ന നോറ ഇപ്പോൾ അത് കുറേയൊക്കെ മാറ്റങ്ങൾ വന്നു എന്ന രീതിക്കാണ് സംസാരിച്ചത്. നോറ അൻസിബയ്ക്ക് കൊടുക്കാൻ കാരണം അൻസിബ ഡബിൾ സ്റ്റാൻഡ് നിൽക്കുന്നു എന്ന രീതിക്കാണ് സംസാരിച്ചത്. ശ്രീതു ജാസ്മിന് കൊടുത്തു, നന്ദന സായിക്ക് കൊടുത്തു, ജിൻഡോ അർജുന് കൊടുത്തു, സായി സിജോയ്ക്ക് കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു മാറ്റങ്ങൾ ഫീൽ ചെയ്ത വ്യക്തികൾക്ക് ഇവർ ഹാരമിട്ടത്. അതിൽ കിട്ടാത്തത് അഭിഷേകനും അതുപോലെ ശ്രീതുനുമാണ് ഒരു മാല പോലും കിട്ടാത്തത്. പിന്നെ ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു. സിജോയും ജിൻഡോയും അർജുനും ആയിരുന്നു ടാസ്കിൽ മത്സരിക്കാൻ വന്നത്. അതിൽ അഭിഷേക് ആയിരുന്നു ജഡ്ജായിട്ട് നിന്നത്. 3 രീതിക്കാണ് ക്യാപ്റ്റൻസി ടാസ്ക് നടന്നത്. ആദ്യത്തേത് ഇവർ ബസർ റൗണ്ടാണ്, ചോദ്യം ചോദിക്കും ലാലേട്ടൻ. ആദ്യം ബസറടിക്കുന്ന ആൾക്ക് ഉത്തരം പറയാം. അപ്പം അങ്ങനെ ആദ്യത്തെ റൗണ്ട്. രണ്ടാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് വിഷ്വൽ പ്ലേ ചെയ്യും, ആ വിഷ്വലിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കും. അങ്ങനത്തെ രണ്ടാമത്തെ റൗണ്ട്. മൂന്നാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് ഒരു ബോൾ ബാറ്റും ഉണ്ടാവും, 3 പേർക്കും അത് കൊടുത്തിട്ടുണ്ടാവും. ഏറ്റവും കൂടുതൽ ബോൾ ബാറ്റ് കൊണ്ട് ടാപ്പ് ചെയ്തിട്ട് ഒരു റൗണ്ട് അവിടെ വെച്ചിട്ടുണ്ട്. ആ റൗണ്ടിനകത്തേക്ക് ഈ ബോൾ ഇടുക, അതൊരു സഞ്ചിക്കകത്ത് വന്ന് വീഴുന്നത്. അങ്ങനെ ഏറ്റവും കൂടുതൽ ബോൾ ഇടുന്ന വ്യക്തി ആ ടാസ്കിൽ വിജയിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടി സിജോ നെക്സ്റ്റ് വീക്കിലെ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. 4.5 പോയിന്റാണ് സിജോയ്ക്ക് കിട്ടിയത്. ബാക്കി 3.5 പോയിന്റും ജിൻഡോയ്ക്ക് 3 പോയിന്റുമാണ് കിട്ടിയത്. അങ്ങനെ സിജോ അടുത്ത വീക്കിലെ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ലാസ്റ്റ് ക്യാപ്റ്റനാണ് സിജോ ബിഗ് ബോസ് ഹൗസിൽ. അപ്പോൾ ഇപ്രാവശ്യം ക്യാപ്റ്റന് ഒരുപാട് ഗുണങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പദവികളുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഏതോ ഒരു കാര്യം എടുത്ത് മാറ്റുന്നുണ്ട്. മിക്കവാറും നോമിനേഷൻ ആയിരിക്കും, ക്യാപ്റ്റനും നോമിനേഷനിൽ വരും എന്ന ഒരു പ്രക്രിയ ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് കണ്ടറിയണം. പിന്നെ സത്യത്തെ നേരിടുന്ന ടാസ്ക്, അതായത് ഒരു ബൗളിനകത്ത് കുറച്ച് പേപ്പേഴ്സ് ഉണ്ടാവും. ആ പേപ്പറിനകത്ത് എന്താണോ എഴുതിയിരിക്കുന്നത് അതേക്കുറിച്ചുള്ള സത്യങ്ങൾ പറയുക. അത് ഓരോരുത്തരും ഓരോ വ്യക്തികളെ ചൂസ് ചെയ്യുക. അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ആരെയാണോ അവർക്ക് തോന്നുന്നത് ആ വ്യക്തിയെ ചൂസ് ചെയ്ത് സംസാരിക്കുക. അതും ജാസ്മിൻ അൻസിബേനെ ചൂസ് ചെയ്യുക ചെയ്തത്. അഭിഷേക് ഋഷിനെ ചൂസ് ചെയ്തു. അൻസിബ നോറയ്ക്ക്
സിജോ സായിക്കും, അപ്സര ജിൻഡോയ്ക്കും, നോറ അൻസിബയ്ക്ക്, നന്ദന ജിൻഡോയ്ക്ക്, ശ്രീതു സിജോയ്ക്ക്, അർജുൻ അൻസിബയ്ക്ക്, സായി ജാസ്മിന്, ജാസ്മിൻ ജിൻഡോയ്ക്ക്, ജിൻഡോ ജാസ്മിന്. ഇതിനിടയ്ക്ക് ജാസ്മിൻ ജിൻഡോയുടെ പേര് പറഞ്ഞ സമയത്ത് ജിൻഡോ ഇങ്ങനെ മൂക്കിൽ നിന്ന് മുടി പറിച്ചിട്ട് ഭൂന്നാക്കി. അപ്പോൾ ജാസ്മിൻ അതൊരു എക്സാമ്പിളായിട്ട് തന്നെ കാണിച്ചു കൊടുത്തു. ജിൻഡോയുടെ ഈ പറയുന്ന മോശം പ്രവർത്തികളെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ജിൻഡോ തന്നെ എക്സാമ്പിൾ ഇട്ട് കൊടുത്ത പോലെ തോന്നി എനിക്ക്. ഇന്ന് ശരിക്കും ജിൻഡോനെ ഏറെ നിർത്തുന്നൊരു എപ്പിസോഡ് പോലെ ഫീൽ ചെയ്തു. പല കാര്യങ്ങളിലും ലാലേട്ടനാണെങ്കിലും ജിൻഡോനെ കളിയാക്കുന്നതും ഒക്കെ തോന്നി എനിക്ക്. ഋഷിയോടൊന്ന് ദേഷ്യപ്പെടുകയുണ്ടായി. അപ്പോൾ അങ്ങനത്തെ ഒരു എപ്പിസോഡായിട്ട് എനിക്ക് തോന്നിയത്. അത് കഴിഞ്ഞ് പിന്നെ എവിക്ഷൻ ആയിരുന്നു. എവിക്ഷനിൽ ആരും എക്സ്പെക്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു അപ്സരയുടെ കാര്യം. അപ്സരയാണ് എവിക്റ്റായി പോയത്. അപ്പോൾ എവിക്ഷൻ പ്രക്രിയ നല്ല രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. കാരണം ഇവർക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ടെൻഷൻ ആക്കിക്കൊണ്ടുള്ളൊരു എവിക്ഷൻ പ്രോസസ്സായിരുന്നു. കുറേ കള്ളികളുണ്ടാവും. ആ കള്ളികളിൽ കണ്ടസ്റ്റൻസ് കയറി നിൽക്കുക. എന്നിട്ട് ആ കള്ളിയിൽ ഓരോ കാർഡ് ഉണ്ടാവും. ആ കാർഡിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളനുസരിച്ച് ഇവർ മൂവ് ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റ് ആദ്യം സേവ് ആയത് ഋഷിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ജിൻഡോ അവിടേക്ക് വന്നു. 5 പേരുണ്ടായിരുന്നു. ഈ 5 പേരിൽ ഒരുമിച്ച് കാർഡ് എടുക്കാൻ പറഞ്ഞു. അതിൽ ക്യാമറയ്ക്ക് മുന്നേ കാണിക്കാൻ പറഞ്ഞു. ക്യാമറയ്ക്ക് മുന്നേ കാണിച്ചപ്പോൾ ബാക്കി 4 പേരും സേവ്ഡ് ആയിരുന്നു. അപ്സര എവിക്റ്റ് ആയതായിട്ട് ആ കാർഡിൽ കാണിച്ചു. നേരെ ലാലേട്ടൻ്റെ അടുത്തേക്ക് വന്നു. അപ്സരയുടെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ ഒരിക്കലും പ്രതീക്ഷയുണ്ടായിരുന്നില്ല ഈ എവിക്ഷൻ. പുറത്ത് പോകുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എന്താ സംഭവിച്ചെന്ന് അറിയില്ല. പുറത്ത് പോയി കണ്ടാൽ മാത്രമേ അറിയത്തുള്ളൂ എന്താ സംഭവിച്ചെന്നുള്ളത് എന്ന് പറഞ്ഞിട്ടാണ് അപ്സര അവിടുന്ന് പോകുന്നത്. അപ്പോൾ തന്നെ എപ്പിസോഡ് ചെയ്യാണ്. ബാക്കി നാളെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നാളെ ഈ പറയുന്ന ബോണസ് ടാസ്കിൻ്റെ മറ്റു കാര്യങ്ങൾ സംസാരിക്കാനുണ്ടത്രേ. അതുപോലെ തന്നെ എവിക്ഷൻ്റെ ബാക്കി പ്രോസസ്സിങ് അടുത്ത ദിവസത്തെ എവിക്ഷൻ എനിക്കൊന്ന് ഒരാളും കൂടി പുറത്ത് പോകുമായിരിക്കും. അത് ആരാണെന്ന് അറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ നാളെയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ബിഗ് ബോസ് എപ്പിസോഡിൽ കണ്ടത്. ശരിക്കും പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ലാത്തൊരു എപ്പിസോഡായി മാറി. കഴിഞ്ഞ ആഴ്ച പ്രത്യേകിച്ച് അങ്ങനെ കണ്ടന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ജാസ്മിൻ അഭിഷേകുമായിട്ടൊരു നല്ല തർക്കം ഉണ്ടായിരുന്നു. പക്ഷേ അതേക്കുറിച്ചൊന്നും സംസാരം ഉണ്ടായില്ല. ശരിക്കും ഇതിനകത്ത് ജാസ്മിൻ എന്ത് ചെയ്താലും അതൊരു പ്രശ്നമല്ലാത്തൊരവസ്ഥയിലേക്കാണ് നിൽക്കുന്നത്. തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്തിൻ്റെ പേരിലായെങ്കിലും അഭിഷേകിനോട് ജാസ്മിൻ വഴക്കുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതല്ലാത്ത കുറേയധികം കാര്യങ്ങളോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ജാസ്മിനെ ടച്ച് ചെയ്യുന്ന ലെവലിലേക്കുള്ള ഒരു കാര്യങ്ങളും അവിടെ ഒരു ഡിസ്കഷനും വന്നില്ല. ഒപ്പം ജാസ്മിൻ ഭയങ്കരമായിട്ട് ഫ്രീഡം എടുത്ത് സംസാരിക്കുന്ന ഒരു ഫീൽ വന്നു ഇന്ന് എനിക്ക്. അതുപോലെ തന്നെ ജാസ്മിൻ്റെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടാണ് റസ്മിൻ പോയ സമയത്ത് ജാസ്മിൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വന്നതായിട്ട് ഞാൻ കണ്ടില്ല. പക്ഷേ ഇന്ന് അപ്സര പോയപ്പോൾ ജാസ്മിൻ കരയുന്നു. അപ്പോൾ ഇന്നത്തെ കരച്ചിൽ ജെന്യൂൻ ആണെന്ന് എനിക്കറിയില്ല. റസ്മിൻ എന്ന് പറഞ്ഞ ബെസ്റ്റ് ഫ്രണ്ടാണ്. ജാസ്മിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് റസ്മിൻ. പക്ഷേ റസ്മിൻ ഔട്ടായപ്പോൾ ജാസ്മിൻ ചെവിയിൽ പറഞ്ഞൊരു കാര്യം, പുറത്ത് പോയിട്ട് വോട്ടിൻ്റെ കാര്യങ്ങൾ നോക്കണേ എന്നാണ് പറഞ്ഞത്. ഇന്ന് അപ്സര ഔട്ടായപ്പോൾ ജാസ്മിൻ കരയുകയാണ്. അപ്പോൾ ഇതിലേതാണ് ജെന്യൂൻ ആയിട്ടുള്ളത്? ഫ്രണ്ട്ഷിപ്പ് ജെന്യൂൻ ആയിരുന്നോ? ഇതൊക്കെ ചോദ്യം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഭയങ്കര ഡൗൺ ആയിട്ടിരുന്ന ജാസ്മിൻ, എപ്പോഴും ഗബ്രി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ജാസ്മിൻ ഇപ്പം ഗബ്രിയുടെ പേര് പോലും ഇവിടെ പറയുന്നില്ല എന്നുള്ളതാണ്. ഒന്നും സംഭവിക്കാത്ത പോലെയാണ് ഇപ്പം കളിക്കുന്നത്. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. കളിച്ച് വിജയിക്കട്ടെ. എനിവേ നമുക്ക് നാളത്തെ എപ്പിസോഡ് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ നാളെ സംസാരിക്കാം.